ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുമെന്നാണ് പ്രസിഡന്റ് ട്രംപിന്റെ പ്രഖ്യാപനം. ലോകത്തിന്റെ എണ്ണ വിതരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാതയായ കടലിടുക്ക് ഇറാന്റെ നിയന്ത്രണത്തിലാണ്. അതിനാൽ ഇത് തുറക്കുക എന്നത് ട്രംപ് പറയും പോലെ അത്ര എളുപ്പമുള്ള ദൗത്യമല്ല. നാവികസേനയുടെ കപ്പലുകൾ ഉപയോഗിച്ച് എണ്ണ ടാങ്കറുകൾക്കും മറ്റ് ചരക്ക് കപ്പലുകൾക്കും സുരക്ഷാ അകമ്പടി നൽകുമെന്നാണ് ട്രംപും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തും ആവർത്തിച്ചു വ്യക്തമാക്കുന്നത്. ഈ സുരക്ഷാ ദൗത്യങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. മറ്റു രാജ്യങ്ങളും ഇതിൽ പങ്കുചേരണമെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയ വഴി അഭ്യർത്ഥിച്ചു കഴിഞ്ഞു. എന്നാൽ വെറും 21 മൈൽ മാത്രം വീതിയുള്ള ഈ ഇടുങ്ങിയ പാതയിലേക്ക് യുദ്ധക്കപ്പലുകൾ അയക്കുന്നതിൽ അമേരിക്കൻ നാവികസേന ജാഗ്രത പാലിക്കുകയാണ്. അതിനുള്ള കാരണം ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളും അമേരിക്കൻ സൈനികർക്കുണ്ടാക്കുന്ന ഭീഷണിയാണ്. കടലിടുക്ക് തുറക്കുന്നതിനായി പ്രധാനമായും 2 വഴികളാണ് അമേരിക്ക പരിഗണിക്കുന്നത്. ഒന്ന്, ഇറാന്റെ മിസൈലുകളെയും ഡ്രോണുകളെയും അവ വിക്ഷേപിക്കുന്നതിന് മുൻപ് തന്നെ ആകാശത്തു നിന്ന് ആക്രമിച്ച് നശിപ്പിക്കുക. 2, കടലിടുക്കിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ കരസേന ഉപയോഗിച്ച് പിടിച്ചെടുക്കുക. മറീൻ എക്സ്പെഡിഷണറി യൂണിറ്റിനെ ഇതിനോടകം തന്നെ മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കാൻ ട്രംപ് ഉത്തരവിട്ടിട്ടുണ്ട്. ടാങ്കറുകൾക്ക് സുരക്ഷ നൽകുന്ന ദൗത്യത്തിൽ സഖ്യരാജ്യങ്ങളുടെ കപ്പലുകൾക്കൊപ്പം അമേരിക്കൻ യുദ്ധക്കപ്പലും കടലിടുക്കിലൂടെ സഞ്ചരിക്കും. കടൽ മൈനുകൾ നീക്കം ചെയ്യാനും ഇറാന്റെ ചെറിയ ബോട്ടുകളിൽ നിന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുമാണ് ഇത് ലക്ഷ്യമിടുന്നത്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ 5-10 ടാങ്കറുകൾ അടങ്ങുന്ന ഒരു സംഘത്തിന് സുരക്ഷ നൽകാൻ കുറഞ്ഞത് 12ഓളം യുദ്ധക്കപ്പലുകൾ വേണ്ടിവരും. ഇതുകൂടാതെ ആകാശ നിരീക്ഷണത്തിനായി ഡ്രോണുകളും ഹാരിയർ ജമ്പ് ജെറ്റുകളും ഉപയോഗിക്കേണ്ടി വരും. ഇത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്നതും വലിയ സാമ്പത്തിക ബാധ്യതയുള്ളതുമായ ദൗത്യമാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾ കാരണം ഈ പാതയിലൂടെയുള്ള കപ്പൽ ഗതാഗതം സാധാരണ നിലയുടെ 10% കുറയാൻ സാധ്യതയുണ്ട്. നിലവിൽ ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന 600ഓളം കപ്പലുകളുടെ തിരക്കൊഴിവാക്കാൻ തന്നെ മാസങ്ങൾ വേണ്ടിവരും. ഇത്രയധികം സുരക്ഷാ സജ്ജീകരണങ്ങൾ നടത്തിയാലും ഇറാന്റെ മിസൈലുകൾ കപ്പലുകൾക്ക് നാശനഷ്ടം ഉണ്ടാക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ ശക്തമായൊരു നീക്കം എന്ന നിലയിൽ ഇറാന്റെ തെക്കൻ തീരപ്രദേശങ്ങളുടെ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള പദ്ധതിയും അമേരിക്ക ആലോചിക്കുന്നുണ്ട്. ഇത് ആയിരക്കണക്കിന് സൈനികരെ മാസങ്ങളോളം യുദ്ധമുഖത്ത് നിർത്തേണ്ടി വരുന്ന നടപടിയായിരിക്കും. വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെ മറീനുകൾ തീരത്തിറങ്ങി ആക്രമണം നടത്തുന്ന രീതിയാണിത്. എന്നാൽ മലനിരകൾ നിറഞ്ഞ ഈ ഭൂപ്രദേശത്ത് ഇറാനുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നത് വലിയ അപകടങ്ങൾ വിളിച്ചുവരുത്തിയേക്കാം. 1.9 ലക്ഷം സൈനികരുള്ള ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ് ഇത്തരം ഗറില്ല യുദ്ധമുറകളിൽ വിദഗ്ധരാണ്. ഷിപ്പിംഗ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഭീഷണി പൂർണ്ണമായും ഒഴിവാകാതെ ഈ പാത ഉപയോഗിക്കുന്നത് അപകടകരമാണ്. കടലിടുക്കിൽ നിന്ന് 100 കണക്കിന് മൈലുകൾ അകലെയുള്ള കപ്പലുകളെ പോലും ആക്രമിക്കാനുള്ള ശേഷി ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു. അതിനാൽ വെറുമൊരു സൈനിക നീക്കം കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടില്ല. യുദ്ധം അവസാനിപ്പിക്കുകയും ഇറാൻ സർക്കാർ സുരക്ഷാ ഉറപ്പ് നൽകുകയും ചെയ്താൽ മാത്രമേ ഇൻഷുറൻസ് കമ്പനികളും ഷിപ്പിംഗ് കമ്പനികളും ഈ പാതയിലൂടെയുള്ള ഗതാഗതം പഴയതുപോലെ പുനരാരംഭിക്കാൻ തയ്യാറാവുകയുള്ളൂ. ചുരുക്കത്തിൽ സൈനിക ശക്തിയേക്കാൾ ഉപരിയായി ഒരു രാഷ്ട്രീയ ഒത്തുതീർപ്പ് കൂടി ഉണ്ടായെങ്കിൽ മാത്രമേ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി തുറക്കാൻ സാധിക്കൂ. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.